ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് ആപ്പിൾ ജാമ്പയ്ക്ക. ഓരോ നാട്ടിലും ഓരോ പേരാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ആപ്പിൾ ജാമ്പയ്ക്ക എന്നാണ് പറയുന്നത്. ചുവന്ന കളറുണ്ട്, പച്ച കളറുണ്ട്. എനിക്കൊന്ന് പച്ചയായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ കിട്ടിയത് പുളിപ്പില്ല കേട്ടോ. നല്ല മധുരമാണ്. പക്ഷേ പുളിപ്പും കാണുമായിരിക്കും. നമ്മുടെ നാടൻ ജാമ്പയുടെയും ഈ ജാമ്പയുടെയും പ്രത്യേകത എന്ന് വെച്ചാൽ അതിലാണെങ്കിൽ കുരുവായിരിക്കും. പിന്നെ അതിൽ ചത കുറവായിരിക്കും. പക്ഷേ ഇതിൽ അങ്ങനെയല്ല. അകത്ത് ഈ പഞ്ഞി പോലെ ഇരിക്കും. പിന്നെ കുരുവില്ല. നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ സാധാ ഈ മാങ്ങ ഒക്കെ കഴിക്കത്തില്ലേ, ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പം ഇത് അച്ചാറിടാനും നല്ലതായിരിക്കും. പക്ഷെ ഞാൻ ഇതൊരിക്കലും അച്ചാർ ഇട്ടിട്ടില്ല. പക്ഷെ അച്ചാർ ഇടുന്നവരും ഉണ്ടാവും. അപ്പം ഞാൻ വിചാരിച്ചു ശരി എന്തായാലും നമ്മുടെ കയ്യിൽ കിട്ടിയതില്ലേ നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത്, ഒരുപാടൊന്നുമല്ല, കുറച്ച് പകുതി ഞാൻ സാധാ വെറുതെ കഴിക്കാനും പകുതി ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കാനെന്ന് വിചാരിച്ചേ. അങ്ങനെ അതിനെ 4ആയിട്ടോ 5ആയിട്ടൊക്കെ കട്ട് ചെയ്ത് അതിൽ കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നല്ല മിക്സ് ചെയ്ത ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴേക്കല്ലേ ഇതിലുള്ള എരിവും ഉപ്പൊക്കെ ചേരുന്നത്. പക്ഷെ ആ ഉപ്പും എരിവും മധുരവും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ആ ജാമ്പയുടെ ടേസ്റ്റ് തന്നെ മാറി. ഉപ്പും മുളക് പൊടിയും ഇടാതെ കഴിച്ചാലും ടേസ്റ്റ് തന്നെയാണ്, ഇട്ട് കഴിച്ചാലും ടേസ്റ്റാണ്. എന്തായാലും സംഭവം അടിപൊളി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.